ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണു കൊണിതാദൃദാനനേന്ദോ മമ വാചി വിജൃംഭതാം മുരാരേഃ മധുരിം ന കണികാപി കാപി കാപി. മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ദര മന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മല്ലിയോർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്കന്ധമാണ് ദശമസ്കന്ധം. ആ നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ആ ദശമസ്കന്ധത്തിലൂടെയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്രൂരന്റെ കൂടെ മധുരയിലേക്ക് യാത്രയായതായിട്ടുള്ള രാമകൃഷ്ണന്മാരെ ആ അക്രൂര അപ്പനെ അല്ലെങ്കിൽ ചെറിയച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവര് മധുരാ പട്ടണങ്ങളിലേക്ക്, ഗ്രാമത്തിൽ നിന്നും പട്ടണങ്ങളിലേക്ക് വരുമ്പോഴുള്ള ആ കുട്ടികൾക്കുണ്ടാകുന്നതായിട്ടുള്ള അത്ഭുതങ്ങളെ മുഴുവൻ കാണുന്നതായിട്ട് വേദവ്യാസ മഹർഷി പറയുന്നുണ്ടെങ്കിൽ പോലും അത്ഭുതങ്ങൾ കാണുന്നത് ആരാണ്? അത്ഭുതങ്ങൾ കാണുന്നത് മുഴുവൻ മധുര പട്ടണത്തിൽ ഉള്ള ആളുകളാണ്. ഈ രാമകൃഷ്ണന്മാരുടെ സാരൂപ്യം കൊണ്ട് അവര് ആനന്ദിക്കുന്നതായിട്ടുള്ള അത്ഭുതങ്ങൾ. അങ്ങനെയുള്ള ഭഗവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും പിന്നെയോ ഓരോരുത്തർക്ക് മോക്ഷത്തെയും നൽകിക്കൊണ്ട് ഒരിക്കലും ഭഗവാൻ ദ്രോഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? രചകനെയൊക്കെ അനുഗ്രഹിക്കുകയാണ്, ശരിക്കും മോക്ഷം കൊടുക്കുകയാണ് അവിടെ. എല്ലാവരും വിചാരിക്കും കൈകൊണ്ട് അനുഗ്രഹിച്ച് ഇനിയും ജീവിച്ചോളാൻ പറയുമ്പോൾ അത് അനുഗ്രഹമാണെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ എന്താണ്? അതോടുകൂടി അങ്ങ് തീർന്ന കഴിഞ്ഞില്ലേ, പിന്നെയും കിടക്കുക ഇനി, അല്ലേ? അപ്പം നമ്മളുടെ ധാരണ മുഴുവൻ അങ്ങനെയാണ്. അപ്പം ആ രചകനെ താൻ ഇത് മതിയോടോ, താൻ അനുഭവിച്ചൊക്കെ മതി എന്ന് പറഞ്ഞ് താൻ ഇങ്ങോട്ട് പോരുക എന്ന രീതിയിലാണ് ഭഗവാൻ തൻ്റെ ആ തൃക്കരങ്ങളെ കൊണ്ട് ആ രചകന്റെ അല്ലെ കവിളത്ത് ഒരു അടി കൊടുക്കുന്നത് തന്നെ. കഴിഞ്ഞു, തൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി തനിക്ക് എൻ്റെ കൂടെ വരാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മളുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് അല്ലെ, രചകൻ എന്തൊരു കഷ്ട, ഭഗവാന് വേണ്ട പോലെ അല്ലെ അവിടുന്ന് സ്വീകരിച്ചില്ല എന്നൊക്കെ. നമ്മളോട് സപ്തമസ്കന്ധം കാണിച്ചു തന്നു എന്താണ്? പരിഭവം ഉണ്ടെങ്കിൽ ഭഗവാനോടായിക്കോട്ടെ, ദേഷ്യം ഉണ്ടെങ്കിൽ ഭഗവാനോടായിക്കോട്ടെ, സ്നേഹമുണ്ടോ ഭഗവാനോടായിക്കോട്ടെ. അപ്പം ഏത് രീതി എന്നുള്ളതല്ല അവിടെ. ഭഗവാനോട് നേരെ നമുക്ക് സംവദിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കും. അവിടെ ദേഷ്യമെന്നോ അല്ലെങ്കിൽ അവിടെ സങ്കടമെന്നോ ഇതൊന്നും അവിടെ ഭഗവാൻ വിഷയമല്ല. നമ്മൾ വിചാരിക്കും കുറച്ച് കരഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാം നമുക്ക് ചെയ്തു തരും. അങ്ങനെയൊന്നും വിചാരിക്കേ വേണ്ട.
ഭഗവാനോട് ചീത്ത പറയുന്നവരില്ലേ? ഭഗവാനോട് ചീത്ത പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ രചകനെയും മാലാകാരനെയും ഒക്കെ തയ്യക്കാരനെയും ഒക്കെ അനുഗ്രഹിച്ച് ഇരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചത്. ഇനി 42-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെ കുബ്ജ എന്ന പേരായിട്ടുള്ള ഒരു ഭക്തത. കുബ്ജ എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? കൂന് ഉള്ള എന്നാണ്. കൂന്, വളവുള്ള ആളെയാണ് കുബ്ജ എന്നുള്ളൊരു പേര് വിളിക്കുന്നത്. അപ്പം ഈ കൂനുണ്ടായത് കൊണ്ടാണ് കുബ്ജ എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളതെങ്കിൽ പല പേരിൽ അതിനെ അറിയപ്പെടും. ത്രിവക്ര എന്നുള്ള ഒരു പേരിലും അറിയപ്പെടും. 3 വളവുള്ളതുകൊണ്ട്, 3 വക്രമുള്ളതുകൊണ്ട് ത്രിവക്ര എന്ന പേര് അറിയപ്പെടുന്നു. പിന്നെയോ സൈരന്ധ്രി എന്നൊരു പേരുണ്ട്. സൈരന്ധ്രി എന്നുള്ള ഒരു പേരെന്താണ്? അവിടെ കൊട്ടാരത്തിലേക്ക് അല്ലെ, കംസന്റെ കൊട്ടാരത്തിലേക്ക് ഈ കളഭ കുറിക്കൂട്ടുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ദാസി വൃത്യം എടുക്കുന്നവരെയും സൈരന്ധ്രി എന്നുള്ളൊരു പേര് പറയും. നമുക്കിതാ ഇതിനകത്ത് കാണാൻ സാധിക്കും. മഹാഭാരതത്തില് അല്ലെ, ദ്രൗപദിക്ക് സൈരന്ധ്രി എന്നുള്ള ഒരു പേരിൽ കുറച്ചു നാൾ കഴിയും അല്ലെ. വനവാസകാലത്ത് കീചകന്റെ അടുത്ത് ചെന്ന് വിടുന്ന സൈരന്ധ്രി, അവിടെ സൈരന്ധ്രി എന്നാണ് പറയുക. അപ്പം അങ്ങനെയുള്ള ആ സൈരന്ധ്രി എന്നുള്ള ഒരു പേരും ഈ കുബ്ജയ്ക്കുണ്ട്. അവിടുന്ന് മാലാകാരന്റെ ഗൃഹത്തിൽ നിന്നുമൊക്കെ വീണ്ടും അവര് ആ രാജവീതിയിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്താണ്, രസപ്രദനാണെന്ന് പറയാൻ വേണം. എപ്പോഴും സന്തോഷം മാത്രം ഭഗവാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ഈ ലൗകികമായിട്ടുള്ള എന്ത് വസ്തുക്കളെയും രസിപ്പിക്കുവാനും രസം അനുഭവിക്കുവാനും താല്പര്യമുള്ള ആളാണ്. ഇല്ലേ, പറയാറില്ലേ ഭഗവാൻ എന്താണ്, എന്താ പറയാ, ഈ യുദ്ധത്തെ പോലും എന്താണ് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആളാണ് അല്ലെ. രണപ്രിയ എന്ന് പറയും. രണപ്രിയനാണ് ഭഗവാൻ എന്ന് പറഞ്ഞ പോലെ അവിടെ ഭഗവാൻ ഇങ്ങനെ ഒരു രസപ്രദനായിട്ടുള്ള ഭഗവാൻ അവിടെ ഈ കംസന്റെ കൊട്ടാരത്തില് കളഭക്കുറിക്കൂട്ടുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതായിട്ടുള്ള കുബ്ജയെ അവിടെ കണ്ടു. വിലോക്യലു കുബ്ജാം യുവതീം വരാനനാം പപ്രച്ഛയാന്തീം പ്രഹസൻ രസപ്രദാം. ഭഗവാൻ ആ കുബ്ജയെ കണ്ടപ്പം എന്തെന്നില്ലാത്ത ഒരു സൗന്ദര്യമാണ് അവിടെ കണ്ടത്. ആ മുഖത്ത് അല്ലെ, ഇവിടെ പറയുന്നത് എന്താണ് ശരിക്ക്? യുവതീം വരാനനാം, ഒരു യുവതിയായിട്ടുള്ള ആളായിരുന്നു. പിന്നെയോ സുന്ദരിയായിരുന്നു എന്ന് പറയാണ് അവിടെ ശരിക്ക്. അപ്പം അങ്ങനെയുള്ള ആ സൗന്ദര്യമുള്ള മുഖത്തോടു കൂടിയിട്ടുള്ള യൗവനയുക്തയും അതേസമയം കൂനിയുമായിട്ടുള്ള ആ കുബ്ജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? വേഗം അവിടുന്ന് പറഞ്ഞു, കാത്വം വരോർവേദതു ഖ്യാനുലേപനം കസ്യാംഗനേ വാ കഥയസ്വ സാധു ദേഹ്യാവയോരംഗവിലേപം ഉത്തമം ശ്രേയസ്തതസ്തേ നചിരാത് ഭവിഷ്യതി. അല്ല സുന്ദരി, നീ ആരാണ് ശരിക്ക്? അങ്കനെ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? അങ്കനെ, സുന്ദരി. ഈ ഒരു വിളി കേട്ടപ്പോഴേക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം കുബ്ജയ്ക്ക്. കാരണം ഇത്രേ കാലം അല്ലെ നാട്ടുകാർ മുഴുവൻ കൂനി 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 എന്ന് വിളിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പം അതിൽ നിന്നൊക്കെ മാറ്റി തന്നെ വേർതിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വത്തെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. ചോദിച്ചു ഭഗവാൻ, നീ ആരാണ്? നിന്റെ കയ്യിലുള്ള കുറിക്കൂട്ടുകളൊക്കെ എന്താണ്? ഇത് ആർക്ക് കൊടുക്കാനാണ്? അത് എനിക്ക് കുറച്ച് അവിടുന്ന് തന്നാലും എന്നൊക്കെ ഭഗവാൻ ആ കുറിക്കൂട്ടുകൾ വിൽക്കുന്ന ആ കുബ്ജിയോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത് തന്നെയല്ല, പിന്നെ എന്താണ് പറഞ്ഞത്? ശ്രേയസ്തതസ്തേ നചിരാത് ഭവിഷ്യതി. നീ ഞങ്ങൾക്ക് ആ കുറിക്കൂട്ട് തന്നാൽ നിനക്ക് ശ്രേയസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ആ സൈരന്ധ്രിയോട് പറഞ്ഞു. കുബ്ജ എന്ത് പറഞ്ഞു? കുബ്ജയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇതുവരെ ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല.
ഇങ്ങനെ വിളിച്ചത് കൊണ്ട് തന്നെ എന്തായി തിരിച്ച് അങ്ങോട്ട് വിളിച്ചു, സുന്ദരാന്ന് വിളിച്ചു. ഇങ്ങോട്ട് തന്നെ സുന്ദരി എന്ന് വിളിച്ചപ്പോ അങ്ങോട്ടും അല്ലെ, ദാസ്യസ്മ്യഹം സുന്ദരകം സമ്മത ത്രിവക്രനാമാഖ്യനുലേപ കർമ്മണി. ഭഗവാനോട് പറഞ്ഞു, അല്ല ഇനി ഭഗവാന് പേരറിയാൻ വയ്യായിട്ടാണെങ്കിൽ ഞാൻ പറയാം, എന്റെ പേര് എന്താണ്, സുന്ദരി എന്നൊന്നും അല്ല, കൂനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ത്രിവക്ര എന്നാണ് എന്റെ പേര്. ഞാൻ ഇത് കംസന് വേണ്ടിയിട്ട് കംസന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറുക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം ആ ഭോജപതിയായിട്ടുള്ള കംസന് എന്തെന്നില്ലാത്തൊരു പ്രിയം എന്നോടുണ്ട്. അങ്ങനെ ആ ഒരു പ്രിയം ഉള്ളതുകൊണ്ട് ഞാൻ കംസന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ കളഭം എടുത്ത് കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ കുറി അണിയുവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് നിങ്ങളെ പോലുള്ളവരാണ് ശരിക്ക് എന്ന് മനസ്സിലാക്കി അവിടെ പറയാണ്, വിനാം യുവാം കോന്യതമസ്തരിഹതി. വേറെ ആരാണ് യഥാർത്ഥത്തില് ഇന്ന് ഈ കുറിക്കൂട്ടുകൾക്ക് എന്താണ് മാറ്റുകൂട്ടാൻ പറ്റുന്ന ആൾക്കാര് അല്ലേ? വെറുതെ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ഇതായി വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ? ഇതതിന് ചേർന്നതായിട്ടുള്ള സ്ഥലത്ത് അല്ലേ വെക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യത്തിന് ആക്കം കൂട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ കുറിക്കൂട്ടുകളുടെ സ്ഥാനം ശരിക്കും എവിടെയാണ് വേണ്ടത്? ആ ഭഗവാന്റെ തിരുമുഖ കമലത്തിലല്ലാതെ പിന്നെ എവിടെയാ വേണ്ടത്? എന്തായാലും ആ ഭഗവാന്റെ രൂപലാവണ്യം അല്ലെ, മധുരതരമായിട്ടുള്ള ആ കടാക്ഷം, കള്ളക്കണ്ണ എന്താണ് കടാക്ഷത്തോടു കൂടിയിട്ടുള്ള മധുരതരമായിട്ടുള്ള ആ പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള സംഭാഷണം, സാന്ദ്രമുഭയോരനുലേപനം. അപ്പൊ ഇങ്ങനെയുള്ള ഈ മനം മയക്കിക്കൊണ്ട് ഉള്ള രീതിയില് ആ കുബ്ജ ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് വേണ്ടതായിട്ടുള്ള ആ കുറിക്കൂട്ടുകൾ മുഴുവൻ രണ്ടു പേർക്കും, ഒന്ന് അല്ലെ പീതാംബരനാണെങ്കിൽ ഒന്ന് നീലാംബരൻ, രണ്ടുപേരുടെയും നിറത്തിനനുസരിച്ചു കൊണ്ടുള്ള വിപരീത വർണ്ണങ്ങളായിക്കൊണ്ട് രണ്ടുപേർക്കും കുറിക്കൂട്ടുകൾ പകർന്നു കൊടുത്തു പറയാണ്. പീതാംബരന് മഞ്ഞ ഗോപിക്കുറി തൊട്ട് കൊടുത്തു. പിന്നെയോ നീലാംബരന് മഞ്ഞ ഗോപിക്കുറി തൊട്ട് കൊടുത്തുവെങ്കിൽ പീതാംബരന് നീല ഗോപിക്കുറി തൊട്ട് കൊടുത്തു. ഇങ്ങനെ പലതരത്തിലുള്ള രീതിയില് ആ കുബ്ജ അവിടെ പ്രസന്നോ ഭഗവാൻ കുബ്ജാം ത്രിവക്രാം രുചിരാനനാം ഋജ്വീം കർത്തും മനശ്ചക്രേ ദർശയൻ ദർശനേ ഫലം. ഇങ്ങനെ വിപരീതമായിട്ടുള്ള വർണ്ണത്തോടു കൂടിയിട്ടുള്ള കുറുക്കൂട്ടുകളെയൊക്കെ കൊണ്ട് ഭഗവാനെ അലങ്കരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ആ കുറുക്കൂട്ടുകളൊക്കെ പുരട്ടിക്കൊണ്ട് ആ ഭഗവാനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുബ്ജയുടെ 3 വളവുകളും ഇല്ലാണ്ടായി എന്ന് പറയാണ്. വേണ്ട പോലെ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെ, എന്താ ശരിക്കും പറഞ്ഞാല് തൻ്റെ കർമ്മങ്ങൾ മുഴുവൻ അല്ലെ, തന്നിലുള്ളത് മുഴുവൻ പൂർണ്ണമായിട്ടും ഇപ്പൊ ഭഗവാൻ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ വളവുകളൊക്കെ ഇല്ലാണ്ടായി പറയാണ്. മനോഹരമായിട്ടുള്ള ആ മുഖത്തോടു കൂടിയതായിട്ടുള്ള ആ കുബ്ജയുടെ വളവുകളെയൊക്കെ തീർക്കുവാൻ വേണ്ടി തീരുമാനിച്ചു ഭഗവാൻ. എന്നിട്ട് എന്ത് ചെയ്തു? പദ്ഭ്യാമാക്രമ്യ പ്രപദേ ദ്വാങ്കുല്യുത്താനപാണിന ദ്വാങ്കുല്യുത്താനപാണിന പ്രഗൃഹ്യ ചുബുകേധ്യാത്മം മുദനീനമദച്യുത. തൻ്റെ ആ കാലടികളെ കൊണ്ട് ആ കുബ്ജയുടെ കാലുകളിലേക്ക് ഒന്ന് ചവിട്ടി പിടിച്ചു. എന്നിട്ടോ ആ അവളുടെ എന്താണ് അരക്കെട്ടിലേക്ക് ഒന്ന് കൈകൊണ്ടൊന്ന് ഇതായി, മറ്റേ കൈകളെ കൊണ്ട് ആ താടിയിൽ ഒന്ന് സ്പരിശിച്ച് ഒന്ന് അവിടുന്ന് വിടർത്തി, ആ ശരീരം ഒന്ന് നിവർത്തി അവിടുന്ന്. അതോടുകൂടി ആ കുബ്ജ തദർജുന സമാനാംഗി ബൃഹശ്രോണിത പ്രയോധരാം മുകുന്ദസ്പരിശനാൽ സദ്യോ ബഭൂവ പ്രമോദോത്തമ. അങ്ങനെ ഭഗവാൻ ഒന്ന് സ്പരിശിച്ച് അവളുടെ ആ എന്താണ് വളവങ്ങോട്ട് നിവർത്തി കഴിഞ്ഞപ്പോഴേക്കും എന്തെന്നില്ലാത്ത ഒരു സൗന്ദര്യം
തഥോരൂപ ഗുണൗദാര്യ സമ്പന്നാപ്രാഹ കേശവം. എന്തെന്നില്ലാത്ത ഒരു സൗന്ദര്യം വന്നതോടുകൂടി തൻ്റെ ഉള്ളിലും ഈ ഒരു സൗന്ദര്യം, കാരണം ഈ ഒരു സൗന്ദര്യം ഉണ്ടാകാൻ കാരണമായത് ആരാണ്? കണ്ണനാണ്. അങ്ങനെയാണെങ്കിൽ ആ കണ്ണനല്ലാതെ ഇനി തനിക്ക് വേറെ ആരെയും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥമായിട്ടുള്ള ഒരു തന്നെ വഹിക്കാൻ പറ്റുന്നയാള്, വിവാഹം എന്ന് പറയുന്നത് അതാണ്. വഹിക്കാൻ പറ്റുന്നത് ഇത് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. തൻ്റെ വളവുകളെ പോലും നിവർത്താൻ സാധിക്കുമെങ്കിൽ ആ ആളാണ് എനിക്ക് എന്നും രക്ഷകൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരീയാന്തമാകൃഷ്യ സ്മയന്തി ജാതഹൃച്ഛയാ, ഭഗവാന്റെ ആ ഉത്തരീയത്തെ പിടിച്ചു വലിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് എൻ്റെ ഗൃഹത്തിലേക്ക് പോകാം, വരൂ. അങ്ങേ ഞാൻ ഇവിടെ ഇട്ടിട്ട് എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ ആ ഗൃഹത്തിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ആ പുരുഷ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ ഏവം സ്ത്രീയാ യാച്യമാന കൃഷ്ണോ രാമസ്യ പശ്യത മുഖം വീക്ഷ്യാനുഗാനം ച പ്രഹസംസ്തമുവാച. രാമേട്ടനൊക്കെ അവിടെ ഉണ്ടെന്നുള്ളതൊന്നും നോക്കുന്നില്ല. അവിടെ അതൊന്നും നോക്കി നിൽക്കെ തന്നെയാണ് ഈ ഒരു സ്ത്രീയാൽ യാചിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാൻ തൻ്റെ കൂടെയുള്ള അനുചരന്മാരുടെ മുഖത്തേക്ക്, അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുബ്ജയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ കുബ്ജെ, അല്ലെങ്കിൽ സുന്ദരി, ഞങ്ങള് പിന്നീട് ഒരു ദിവസം വന്ന് നിന്റെ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചു തരാം. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഏഷ്യാമിതേ ഗൃഹം സുഭ്രു, നല്ലൊരു അങ്ങനെ ഓരോ രീതിയിലാണ് ഭഗവാൻ അവിടെ അവരെ സുഭ്രു എന്ന് പറഞ്ഞതാണ് നല്ല പുരികക്കൊടിയുള്ളവളെ എന്നാണ്. ഭ്രുകുടി എന്ന് പറഞ്ഞത് പുരികക്കൊടിയാണ്. പുംസാമാധിവികർശനം സാധിതാർത്ഥോ ഗൃഹാണാം പന്ഥാനാം ത്വം പരായണം. അല്ലയോ സുന്ദരി, ഞാൻ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ വേണ്ട പോലെ സഫലമാക്കിക്കൊണ്ട് ചെയ്തതിന് ശേഷം ആ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതായിട്ടുള്ള ഗൃഹാണാം പന്ഥാനാം ത്വം പരായണം, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടില്ലാത്ത വഴിപോക്കരായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പം യഥാർത്ഥത്തിൽ എന്താണ്, ഇപ്പൊ ഞങ്ങൾക്ക് ഇതിലെ ഇനി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഒരു ആശ്രയസ്ഥാനം ഉണ്ട് എന്ന് സങ്കല്പിക്കാം, അല്ലെ? ഒരു സങ്കേതത്തിലുള്ള ഒരു സ്ഥാനമാണ് എന്ന് സങ്കല്പിക്കാം. എന്തായാലും അവിടെ ഭഗവാൻ ആ കുബ്ജയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടുന്ന് അനുഗ്രഹിച്ചു. അതായത് ഒരു സ്ത്രീയുടെ പ്രണയാഭ്യർത്ഥന തിരസ്കരിക്കുക എന്നുള്ളതും ഒരിക്കലും സജ്ജനങ്ങൾക്ക് ചേർന്നതല്ല എന്നൊരു പ്രമാണം ഉണ്ടാകുന്ന പറയാ. ത്യാഗ കാമവതീനാം ഹി സ്ത്രീണാം സദ്ഭിർവിഹരിത. ഒരിക്കലും ആരെങ്കിലും തന്നോട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രണയാഭ്യർത്ഥന ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും ഒരിക്കലും നമ്മള് അവരുടെ അവരുടെ ആ സന്തോഷത്തിന് ഒരു വിഘാതം ഉണ്ടാവുന്ന രീതിയിൽ പെരുമാറരുത് എന്ന് നമുക്ക് ഇവിടെ കാണിച്ചു തരികയാണ്. ഭഗവാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും പല തരത്തിലുള്ള കാര്യങ്ങളും നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ കുബ്ജയുടെ അല്ലെങ്കിൽ ഈ സുന്ദരിയുടെ ആവശ്യം ഒരു സംശയവും അവിടെ തോന്നിയില്ല എന്നുള്ളതാണ്. അവിടെ വിസർജ്യമാധ്യ വാണ്യാതാം വ്രജൻ മാർഗേ വണിപഥൈഹി നാനോപായന താംബൂല സ്രഗന്ധേ സാഗ്രജോർച്ചിത. എന്തായാലും ഭഗവാന്റെ ആ സൗന്ദര്യമായിട്ടുള്ള വാക്കുകളെയും ഒക്കെ അവിടുന്ന് അവളെ സമാധാനിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അവിടുന്ന് വേണ്ടതായിട്ടുള്ള ആ വിശ്രമവേളയിൽ സ്വീകരിക്കാവുന്നതായിട്ടുള്ള താമ്പൂലം, മാലകള്, സുഗന്ധദ്രവ്യങ്ങള്, ഇതൊക്കെ ആ രാമകൃഷ്ണന്മാർക്ക് അതിലൂടെ ആ വീതിയിലൂടെ നടക്കുന്ന സമയത്തുള്ള അവിടുത്തെ കച്ചവടക്കാരിൽ നിന്നൊക്കെ അവരെ വേണ്ട പോലെ സൽക്കരിപ്പിച്ചു എന്ന് പറയാണ്. അങ്ങനെ ആ മധുരാധാനിയിലെ എല്ലാ നഗരവാസികളും ഭഗവാനെ കണ്ടതിലുള്ള കാമപാരവശ്യം കൊണ്ട് എല്ലാവരും എല്ലാം മറന്നു, അവരുടെ കർമ്മങ്ങൾ പോലും മറന്നു.
അല്ലെ? ഇത് ഗോപികമാരുടെ രാസക്രീഡയിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരുടെ വസ്ത്രങ്ങളുടെ അവസ്ഥ പോലും അവര് വിട്ടുപോയി എന്ന് പറയാണ്. അങ്ങനെ അവിടെ എങ്ങനെയാണോ ഒരു ചിത്രത്തില് നമ്മൾ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങളായാലും മനുഷ്യരായാലും ഒക്കെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്നതുപോലെ ജീവനോടെയുള്ള നഗരവാസികൾ മുഴുവൻ ഭഗവാനെ കണ്ടപ്പോൾ അതേപോലെ നിന്നു എന്ന് പറയുകയാണ്. അവിടെ ധനുര്യാഗം എവിടെയാണെന്നുള്ളതൊക്കെ ഭഗവാൻ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് അവിടുത്തെ പൗരജനങ്ങളോടൊക്കെ ചോദിച്ച് ആ ഇന്ദ്രധനുസ് ഇരിക്കുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ നോക്കിയപ്പോഴത്തേ എന്താണ്, മഴവില്ല് പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ധനുസ് കണ്ടു. അവിടെ ധനുര ഇന്ദ്രമിവാത്ഭുതം. എന്തായാലും ആ രാമകൃഷ്ണന്മാരെ ധനുര്യാഗം കാണുവാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ യഥാർത്ഥത്തിൽ വരുത്തിയത്. അവര് വിശിഷ്ടാതിഥികളായിട്ടാണ് അവരെ സ്വീകരിക്കുന്നത് ഇവിടെ ഓരോരുത്തരും. അപ്പം ആ യാഗസ്ഥലത്തേക്ക് ആനയിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം നഗരം പോലും ഇന്ന് അവരെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ ധനുര്യാഗം എവിടെയാണ് നടക്കുന്നതെന്നൊക്കെ അവിടെ ആ വഴിപോക്കരോടൊക്കെ ചോദിച്ചാൽ തന്നെ അവരൊക്കെ എന്തായി സന്തോഷത്തോടു കൂടി അവിടുന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പം ഭഗവാൻ അവരുണ്ടെങ്കിൽ തന്നെ അവരുടെ കണ്ണൊക്കെ വെട്ടിച്ചുകൊണ്ട് വഴിമാറി നടക്കുകയാണ് ശരിക്കും. അതുപോലെ തന്നെ രചകൻ, അതുപോലെ തന്നെ ആ നെയ്ത്തുകാരൻ, മാലാകാരൻ, കുബ്ജ, ഇതൊക്കെ ശരിക്കും എന്താണ് യഥാർത്ഥത്തില് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആ ഭഗവാനെ വേണ്ട രീതിയിൽ ഏത് രീതിയിലൊക്കെയാണ് അവിടെ സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെ അനേകം കാവൽക്കാരന്മാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഇന്ദ്രധനുസിന്റെ ആ എന്താണ് ആ ഒരു സ്ഥലം അലങ്കരിച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യം ഉള്ള ആ ധനുസിന്റെ അടുത്തേക്ക് ഭഗവാൻ അവിടെ ചെന്നിട്ടോ കരേണ വാമേന സലീലമുദ്ധൃതം സജ്യം ചകൃത്വാ നിമിഷേണ പശ്യതാം നൃണാം വികൃഷ്യ പ്രബഭഞ്ച മധ്യതോയേക്ഷുദണ്ഡം മതകല്ലുരുക്രമാം. അവിടെ അങ്ങോട്ട് കയറി പോയപ്പോ തന്നെ കാവൽക്കാര് അവിടെ പോവരുത് എന്ന് പറഞ്ഞു. പോവരുത് എന്ന് പറഞ്ഞതിന് മുമ്പ് കഴിഞ്ഞു. അവിടെ ചെന്നു അല്ലേ? അതുപോലെ ആ ധനുസ്, അത് പൂജിക്കുന്ന ധനുസാണ്, എടുക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് അത് എടുത്തു. ധനുഷോ ഭജ്യമാനസ്യ ശബ്ദഖം രോദസീ ദിശ പൂരയാമാസയം ശ്രുത്വ കംസസ്ത്രാസമുപാഗമൽ. അപ്പം ആ സംരക്ഷകരുടെയൊക്കെ വിലക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭഗവാൻ ബലമായിട്ട് ആ ഇന്ദ്രധനുസ് കൈക്കലാക്കിക്കൊണ്ട് ആ മഹാപരാക്രമശാലിയായിട്ടുള്ള ഭഗവാൻ ഒരു ലീലാ വിനോദം എന്നുള്ള രീതിയിൽ ഇടത്ത് കൈ കൊണ്ട് ആ വില്ല് അങ്ങോട്ട് പൊക്കിയെടുത്തു എന്ന് പറയാണ്. എത്രയോ ആളുകളെ കൊണ്ടുവച്ചതായിട്ടുള്ള ആ വില്ല് തൻ്റെ ഇടത്തെ കൈ കൊണ്ടൊന്ന് പൊക്കിയെടുത്തു. എന്നിട്ടോ ആ ഞാൻ കൂട്ടിക്കെട്ടിക്കൊണ്ട് സർവരും നോക്കി നിൽക്കെ തന്നെ ആ ഞാണങ്ങോട്ട് ആഞ്ഞു വലിച്ചങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരാന എങ്ങനെയാണോ ഒരു കരിമ്പിൻ തണ്ടെടുത്ത് മുറിക്കുന്ന ലാഘവത്തിലാണ് ഈ ധാരാളം ആളുകൾ ചുവന്നു കൊണ്ടുവച്ചതായിട്ടുള്ള ഇന്ദ്രധനുസിനെ ഭഗവാൻ എടുത്തത്. എന്തായാലും ആ ധനുസ് ആഞ്ഞങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടായിട്ട് പൊട്ടിയോടെ ആ വില്ല്. ഈ പൊട്ടിയതായിട്ടുള്ള ശബ്ദം, മുറിയുന്നതായിട്ടുള്ള ശബ്ദം ഭൂമിയിലും ആകാശത്തും ഒക്കെ ഖം രോദസീ ദിശ, സ്വർഗത്തിലും പോരാ പിന്നെന്താണ് എല്ലാ ദിക്കുകളിലും ദിഗന്ധങ്ങളിലും മുഴുവൻ ഇതിന്റെ മാറ്റൊലി പകർന്നു എന്ന് പറയുകയാണ്. ആ ശബ്ദം കേട്ടുകൊണ്ട് കംസസ്ത്രാസമുപാഗമൽ, ഈ ശബ്ദം കേട്ടതോടുകൂടി എന്തെന്നില്ലാത്തൊരു ഭയം അല്ലെ? കുറച്ചു കാലമായിട്ട് ഭഗവാനെ ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള കംസൻ, അപ്പം അപൂർവമായിട്ടുള്ള ഈ ശബ്ദം കേട്ടതോടുകൂടി കംസൻ പോലും അവിടുന്ന് ഭയപ്പെട്ടു പോയി എന്ന് പറയാണ്.
ആ കാവൽക്കാരൊക്കെ ആകെ കുട്ടികളുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടോട് ആയുധധാരികളായിക്കൊണ്ട് രാമകൃഷ്ണന്മാരെ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് അവര് പരസ്പരം പറഞ്ഞു, പിടിക്കുക, കെട്ടുക, ഗൃഹ്യതാംബിധ്യതാമിതി, അവനെ പിടിച്ചു കെട്ടണം എന്നുള്ള രീതിയിലൊക്കെ അവരെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ രാമകൃഷ്ണന്മാരെ അങ്ങോട്ട് വളഞ്ഞു. അവിടെ എന്തായാലും ആ ദുഷ്ടബുദ്ധികളാണെന്നത് മനസ്സിലായത് കൊണ്ട് ഭഗവാൻ എന്തായി, ഓരോരുത്തരുടെ സ്വീകരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ വരുന്നത്, അല്ലെ? രാമനും കൃഷ്ണനും കൂടി ആ മുറിച്ച വില്ലിന്റെ 2 കഷ്ണങ്ങള് രണ്ടുപേരുടെ കയ്യിലും ഉണ്ട്. ആ കഷ്ണങ്ങൾ കൊണ്ട് ആ എന്താണ് കാവൽക്കാരെ മുഴുവൻ അവിടുന്ന് അടിച്ച് ഇല്ലാണ്ടാക്കി, തല്ലിക്കൊന്നു എന്ന് പറയാണ്. അപ്പത്തേക്കും ആ കംസൻ വേറൊരു വലിയൊരു സൈന്യത്തെ അവരുടെ മുമ്പിലേക്ക് അയച്ചു ഇങ്ങോട്ട്. എന്തായാലും ആ യജ്ഞശാലയുടെ പ്രവേശദ്വാരം വരെയുള്ള ആരൊക്കെയാണോ തൻ്റെ മുമ്പില് ആയുധങ്ങളുമായിട്ട് വന്ന അവരെയൊക്കെ ഭഗവാൻ മോക്ഷം കൊടുത്തു എന്ന് പറയാണ്. ആ പ്രവേശ സ്ഥലത്ത് ചെന്ന് അവരെ എല്ലാം വകവരുത്തിയതായിട്ടുള്ള രാമകൃഷ്ണന്മാര് നേരെ അവിടുന്ന് പുറത്തിറങ്ങി നഗരഭംഗിയും അവിടുത്തെ ആ സമ്പൽ സമൃദ്ധിയും ഒക്കെ നോക്കിക്കണ്ട് സന്തോഷത്തോടുകൂടി ആ വീതിയിലൂടെ നടന്ന് നീങ്ങി എന്ന് പറയാണ്. തയോസ്തദ്ഭുതം വീര്യം നിശാമ്യ പുരവാസിന ത്രേജപ്രാഗൽഭ്യരൂപം ചമേനിരേ വിബുധോത്തമൗ. നഗരവാസികളൊക്കെ ആ രാമകൃഷ്ണന്മാരുടെ ആശ്ചര്യമായിട്ടുള്ള വീര്യവും തേജസ്സും ധൈര്യവും പോരാ, രണ്ടുപേരെ കണ്ടാലുള്ള ആ ഒരു സൗന്ദര്യ, ശരീര സൗന്ദര്യവും ഒക്കെ കണ്ട് ഇവരാരാണ്, ഇവര് വല്ല ദേവന്മാരാണോ, ഇവര് അല്ലേ, ദേവഗണത്തിൽപ്പെട്ടവരാണോ എന്നുള്ള ഒരു രീതിയിലൊക്കെ കണ്ട് അവര് ആശ്ചര്യപ്പെട്ടു എന്ന് പറയാണ്. ഇങ്ങനെ ഈ നഗരത്തിലെ സ്വൈര വിഹാരം ചെയ്യുന്നതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാർ അവിടെ എത്തിയപ്പോഴേക്കും ഇവിടുത്തെ പ്രകാശം തരുന്നതായിട്ടുള്ള സൂര്യൻ പോലും ഓടി ഒളിച്ചു എന്ന് പറയാണ്. സ്വൈരമാദിത്യോസ്തമം സ്തമുപേയിവാൻ, അസ്തമുപേയിവാൻ, സൂര്യൻ പോലും അസ്തമിച്ചതുപോലെ ആയി പോയി അവിടെ. ഗോപന്മാരോടൊപ്പം രാമകൃഷ്ണന്മാര് നഗരം വിട്ട് അവരുടേതാ ആ വണ്ടികളിലേക്ക് തിരിച്ച് മടങ്ങി വരികയും ചെയ്തു എന്നവിടെ പറയുന്നു. പിന്നെയോ ഭഗവാൻ ആ ഗോകുലത്തിൽ നിന്നും യാത്രയാകുന്ന സമയത്ത് അവിടെ ധാരാളം ഗോപികമാര്, വിരഹ കാതരകളായിട്ടുള്ള ഗോപികമാര് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആശിസുകളും ഒക്കെ അവിടുന്ന് അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്താണ് അവിടുന്ന് പറഞ്ഞു വിട്ടത് കുട്ടികൾ. എന്തായാലും മധുരയിലെ ആ രാജവീതിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള പുരുഷാലങ്കഭൂതനായിട്ടുള്ള രാമകൃഷ്ണന്മാര് അതെല്ലാം ഓർത്തുകൊണ്ട് എല്ലാവർക്കും കടാക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് സമ്പശ്യതാം പുരുഷഭൂഷണഗാത്ര ലക്ഷ്മി, ഇങ്ങനെ സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ കണ്ട് ആ കടാക്ഷത്തിലൂടെ തന്നെ സായുജ്യത്തിലേക്ക് എത്തിയതായിട്ടുള്ള ആൾക്കാര്, തന്നെ ആശ്രയിക്കുന്നവരെ എല്ലാം ഭഗവാൻ എന്ത് ചെയ്യുന്നു, അവരെയൊക്കെ തൃണോൽഗണിച്ച് ആ ലക്ഷ്മി ഭഗവതി, അതായത് ഒരിക്കലും തന്നെ മോഹിക്കാത്തതായിട്ടുള്ള ആളാണ് ലക്ഷ്മി ഭഗവതി. ആ ലക്ഷ്മി ഭഗവതിയെ നോക്കൂ, എവിടെയാണ്, തൻ്റെ ആ മാർവിടത്തിൽ തന്നെ, അല്ലെ? ഹിത്വേതരാന്നു ഭജതശ്ചകമേയനം ശ്രീ. ആ തിരുമാർവിടമാണല്ലോ ശരിക്ക് ലക്ഷ്മി ഭഗവതിക്ക് വാസസ്ഥാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ സങ്കേതത്തിലേക്ക് മടങ്ങിയെത്തിയതായിട്ടുള്ള രാമകൃഷ്ണന്മാര് അവിടെ വന്ന് പ്രക്ഷാളനങ്ങളൊക്കെ ചെയ്ത് കാല് കഴുകി അവിടെ വന്ന് അവിടുന്ന് കിട്ടിയതായിട്ടുള്ള പാൽച്ചോറ് ഒക്കെ കഴിച്ചു എന്ന് അവിടെ പറയുന്നു. അതായത് കംസസ്തു ധനുഷോ അവനിക്താംഘ്രിയുകളോ ഭുക്വാ ക്ഷീരോപസേചനം. ക്ഷീരോപസേചനം എന്ന് പറഞ്ഞാല് പാൽക്കഞ്ഞിയൊക്കെ കഴിച്ചു. കംസന്റെ ആ ഭാവി പരിപാടികളൊക്കെ മനസ്സിലാക്കി, അവിടുന്ന് വന്ന് എല്ലാവരിൽ നിന്നും മനസ്സിലാക്കി. അങ്ങനെ അന്നത്തെ ദിവസം സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി എന്ന് പറയാണ്. ഇങ്ങനെ ധനുർഭംഗവും കാവൽക്കാരുടെയും അതുപോലെ തന്നെ സേനാ സഭാംഗങ്ങളുടെയും ഒക്കെ ഇവരെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ട് ആ രാമകൃഷ്ണന്മാരുടെ ഉദാത്തമായിട്ടുള്ള ഒരു ലീല
എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഇപ്പോ സംശയായി ആർക്ക് കംസന് ഭയം ഒന്ന് കൂടിയുടെ ഭയം എന്ന് വിറച്ചുകൊണ്ട് രാത്രി വളരെ വൈകുന്നത് വരെ ഉറക്കം വരാതെ കഴിച്ചുകൂട്ടി ആ കംസൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിയ ശേഷമൊക്കെ സ്വപ്നത്തിലും ഒക്കെ എന്താണ് പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ ദീർഘപ്രജാഗരോ ഭീതോ ദുർനിമിത്താനി ദുർമതി ബഹൂന്യചഷ്ടോ ഭയതാ മൃത്യോർ ദൈത്യകരാണിച്ച. ആ മൃത്യുഭയം തന്നെ ഇങ്ങനെ എന്തെന്നില്ലാത്ത രീതിയിൽ അവിടുന്ന് ഭയപ്പെടുത്തി എന്ന് പറയുകയാണ്. കംസൻ ഉണർന്നിരിക്കവേ തന്നെ പലതരത്തിലുള്ള ദുർലക്ഷണങ്ങൾ കണ്ടു. കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ശിരസില്ലാതെ ദേഹം കാണുന്നു. അദർശനം സ്വശിരസ പ്രതിരൂപേച്ച സത്യപി അസത്യപി ദ്വിതീയേച്ച ദൗരൂപ്യം ജ്യോതിഷം തഥാ. ദേഹം കാണാം എന്നാൽ ശിരസ് കാണുന്നില്ല, തിരിച്ചു ആവും. എന്താണ് ശിരസ് കാണാം പക്ഷെ ദേഹമില്ല. ഇങ്ങനെ പലതായിട്ട് തോന്നുക. പിന്നെയോ ഗ്രഹങ്ങളെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ചന്ദ്രനൊക്കെ 2 ചന്ദ്രൻ ഇവിടെ ഉദിച്ചിട്ടുണ്ടോ എന്ന് സംശയം. ഈ പരിഭ്രാന്തി കൊണ്ട് മനസ്സെന്തെന്നില്ലാത്ത വികലമായിട്ടുള്ള ബുദ്ധി കൊണ്ട് പലതും എല്ലാം മാറി മാറി തോന്നുക. പിന്നെയോ ആ നിഴല് കണ്ടു കഴിഞ്ഞാലോ നിഴലിനകത്ത് ദ്വാരമുണ്ടെന്നുള്ളത് തോന്നുക. ഛിദ്രപ്രതീതി ഛായായാം പ്രാണഘോഷാനുപശ്രുതി സ്വർണപ്രതീതിർ വൃക്ഷേഷു സ്വപാദാനാം അദർശനം. എന്നിട്ടോ ആ കാതുകൾ അങ്ങോട്ട് പൊത്തുമ്പോഴേക്കും സാധാരണ അനുഭവപ്പെടുന്ന ഒരു മുഴക്കം അത് കേൾക്കാതിരിക്കുക. വൃക്ഷങ്ങൾക്ക് എന്താണ് നല്ല അവരുടെ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ സ്വർണം പോലെ നിൽക്കുന്നതായിട്ട് തോന്നുക. ഓരോ സ്ഥലത്തുകൂടെ നടക്കുമ്പോഴേ അവിടെയൊക്കെ കാൽപ്പടികൾ എന്താണ് കാലിന്റെ ആ ചിഹ്നങ്ങൾ അവിടെ കാണാൻ സാധിക്കുക. ഇങ്ങനെയുള്ള പലതരത്തില് സ്വപാദാനാം അദർശനം കാണാൻ സാധിക്കാതിരിക്കുക. തൻ്റെ കാൽപാദങ്ങൾ ചവിട്ടുന്നിടത്തൊന്നും അതിന്റെ അടയാളങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദുർലക്ഷണങ്ങളൊക്കെ ആ കംസന് അനുഭവപ്പെട്ടു എന്ന് പറയാണ്. പിന്നെ പറയുന്നു സ്വപ്നേ പ്രേത പരിഷ്വംഗരയാനം വിഷാദനം യായാന്നലതമാല്യേക ശൈലാഭ്യക്തോ ദിഗംബര. മരിച്ചവരെയൊക്കെ ചെന്ന് ആലിംഗനം ചെയ്യുന്നതായിട്ടും കഴുതപ്പുറത്ത് എന്താണ് സഞ്ചരിക്കുന്നതായിട്ടും വിഷം കഴിക്കുന്നതായിട്ടും പിന്നെയോ ചുവന്ന ചെമ്പരത്തിമാല കഴുത്തിൽ അണിഞ്ഞതായിട്ടും ഒക്കെ പലതരത്തിലുള്ള രീതിയിൽ. അത് തന്നെയല്ല അന്യാനി ചേത്തം ഭൂതാനി സ്വപ്ന ജാഗരിതാനിച്ച പശ്യൻ മരണസന്ത്രസ്തോ നിദ്രാം ലേഭ എന്ന ചിന്തയാ. തൈലം അതായത് ഈ എണ്ണ തേച്ച് ശരീരമാസകലം എണ്ണ തേച്ചുകൊണ്ട് നഗ്നനായി നടക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുക. അപ്പൊ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലൊക്കെ ഇപ്രകാരം പലതരത്തിലുള്ള ദുർലക്ഷണങ്ങൾ കണ്ട് മരണഭീതി എന്തെന്നില്ലാതെ വർദ്ധിച്ചു ആ കംസന്. അവിടെ കംസൻ ദുസ്വപ്നം കണ്ടും ഒക്കെ പരിഭ്രാന്തനായിട്ട് കഴിയുന്ന സമയത്താണ് ഒരു ദിവസത്തെ അന്നത്തെ രാത്രി മുഴുവൻ അങ്ങോട്ട് കടന്നുപോയി. പൂർവ്വസമുദ്രത്തിൽ നിന്നും ഉദിച്ചു ഉയരുന്നതായിട്ടുള്ള ആ സൂര്യൻ കംസൻ തൻ്റെ മല്ലന്മാരായിട്ടുള്ള ചാണൂരിനെയും മുഷ്ടികനെയും ഒക്കെ വിവരം ധരിപ്പിച്ചുകൊണ്ട് നിയുക്തമായിട്ടുള്ള രാജപുരുഷന്മാരെ ആ മല്ലയുദ്ധ രംഗമൊക്കെ വേണ്ട രീതിയിലൊക്കെ സംവിധാനം ചെയ്തു. ആനർച്ചു പുരുഷാരംഗം തുര്യഭേര്യശ്ച ജഘ്നിരെ മഞ്ചാശ്ചാലങ്കൃതാസ്ത്രഭി പതാകാശൈലതോരണൈ. മല്ലയുദ്ധ രംഗങ്ങളൊക്കെ പലതരത്തിലുള്ള രീതിയിലൊക്കെ അലങ്കരിച്ചോടെ. പിന്നെയോ പെരുമ്പറ തേഷു പൗരാ ജാനപദ ബ്രഹ്മക്ഷത്ര പുരോഗമാഹ യഥോപജോഷം വിവിച്ചു രാജാനശ്ച കൃതാസന. പെരുമ്പറ മുതലായിട്ടുള്ള വാദ്യങ്ങളൊക്കെ മുഴക്കി ആ രംഗപ്രദേശങ്ങൾ മുഴുവൻ എന്താണ് പലതരത്തിലുള്ള പൂമാലകളെ കൊണ്ടും തോരണങ്ങളെ കൊണ്ടും ഒക്കെ അലങ്കരിച്ചു. അങ്ങനെ അവിടെ ഒരുക്കിയതായിട്ടുള്ള ഒരു മഞ്ചം, മുകളിലായിട്ട് ഒരുക്കിയതായിട്ടുള്ള മഞ്ചങ്ങളില്
ബ്രാഹ്മണര്, ക്ഷത്രിയര് അവർക്ക് വേണ്ടതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ തയ്യാറാക്കി. പോരാ, ജനപദങ്ങൾക്ക് മുഴുവൻ പൗരജനങ്ങളും മറ്റും നാട്ടുകാർക്കും ഒക്കെ അവർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളെയൊക്കെ അവിടെ തയ്യാറാക്കി എല്ലാവരും ആ മല്ലരംഗ പ്രദേശത്തിൽ വന്ന് അവിടെ സാന്നിധ്യമായി എന്ന് പറയാണ്. കംസപരിവൃതോ മാത്യീ രാജമഞ്ച ഉപാവിശൽ മണ്ഡലേശ്വര മധ്യസ്ഥോ ഹൃദയേന വിദൂയത. ഇങ്ങനെയുള്ള ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യര്, അതുപോലെ ജനപദങ്ങള് ഇവരുടെ ഒക്കെ മധ്യത്തിലൂടെ ചെന്നതായിട്ടുള്ള കംസൻ ആ ഉയർന്ന രാജമഞ്ചത്തില് കയറി അവിടെ ഉപവിഷ്ടനായി എന്ന് പറയാണ്. എന്നിട്ടോ വാദ്യമാനേഷു തുര്യേഷു മല്ലതാളോത്തരേഷു ച മല്ലാസ്വലം കൃതാ ദൃപ്ത സോപാധ്യായ സമാവിശൻ. ആ മല്ലന്മാരുടെ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നതിനായിട്ടുള്ള പോർവിളിയുണ്ട്. അതെങ്ങനെയാണ്? കൈകൊട്ടിക്കൊണ്ടാണ് ഇവർ വരുന്നത്, ഈ മല്ലന്മാര്. അപ്പൊ അവരുടെ ആ കൈകൊട്ടൽ കേൾക്കത്തക്ക വിധത്തില് പെരുമ്പറ മുതലായതായിട്ടുള്ള വാദ്യങ്ങളൊക്കെ ക്രമീകരിച്ച് ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മല്ലന്മാര് അവരുടെ ആചാര്യന്മാരോടൊപ്പം ഉറക്കെ കൈയടിച്ചുകൊണ്ട് അവിടെ ആ മല്ലന്മാര് മല്ലരംഗത്തേക്ക് ഓടിയെത്തി. അവിടെ ചാണൂരോ മുഷ്ടിക കൂടാ ശലസ്തോശലയേവച തേ ആസേതുരുപസ്ഥാനം വൽഗുവാദ്യ പ്രകർഷിത. അവിടെ ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശരൻ തുടങ്ങിയതായിട്ടുള്ള മല്ലന്മാരെല്ലാവരും ആ വാദ്യമേള ഘോഷത്തോടുകൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരൊക്കെ ആ മല്ലരംഗത്തിലേക്ക് കൈകൊട്ടിക്കൊണ്ട് അങ്ങോട്ട് പ്രവേശിച്ചു പറയാണ്. നന്ദഗോപാദയോ ഗോപ ഭോജരാജ സമാഹുതാഹ നിവേദിതോപായസ്നാസ്ത ഏകസ്മിൻ മഞ്ച ആവിശൻ. അവിടെ കംസൻ ക്ഷണിച്ചു വരുന്നതായിട്ടുള്ള നന്ദഗോപുര തുടങ്ങിയതായിട്ടുള്ള ഗോപന്മാരെ എല്ലാവരും അവര് കൊണ്ടുവന്നതായിട്ടുള്ള ഗോരസങ്ങള് തിരുമുൽ കാഴ്ചയായിട്ട് ആ കംസന് സമർപ്പിച്ചതിന് ശേഷം അവരും അവിടെ ആ മല്ലരംഗത്തിലേക്ക്, മഞ്ചത്തിലേക്ക് അവരും കയറി അവിടെ ഇരിപ്പ് ഉറപ്പിച്ചു എന്ന് പറയാണ്. അതോടുകൂടിയാണ് ആ അധ്യായം അവിടെ അവസാനിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഈ ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം.